കാണുന്നു എന്റെ മനോഹരേട്ടനെ. അമ്മേ, ഈശ്വര. സമാധാനിക്കും മോളെ, ഈശ്വരൻ നമ്മളെ കൈയൊഴിഞ്ഞില്ലല്ലോ. സമാധാനിക്കും. നിങ്ങളുടെ നെയ്ബർ ഒരു സുബ്രഹ്മണ്യം പോറ്റിയാണ് വിളിച്ചു പറഞ്ഞത്. ഉത്തരവാദിത്വപൂർവ്വം അയാൾ മനോഹരനെ ഇവിടെ കൊണ്ടുവരും. പിന്നെ മനോഹരന് മുന്നിൽ ഇമോഷണൽ ആവാതെ നോക്കണം. ഞങ്ങൾ പല സൈക്കാട്രിസ്റ്റുകളുമായും സൈക്കോളജിസ്റ്റുകളുമായും ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്ന ചില സ്വഭാവങ്ങൾ, മനോഹരനെ കുറിച്ച് അമ്മ പറഞ്ഞതുപോലെ ചെറുപ്പകാലം തൊട്ടേ കൂട്ടുകാരില്ലായ്മ, അമിതവൃത്തി, അകാരണ സംശയങ്ങൾ, ജോലിയിലും മറ്റും കാണിക്കുന്ന അത്യമിതമായ നിഷ്കർഷ ഒക്കെയും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ സൂചനകളാണ്. നമ്മളതത്ര കാര്യമാക്കില്ല, അല്ലെങ്കിൽ അതൊക്കെ അയാളുടെ മിടുക്കോ ഗുണമോ ആയിട്ട് കാണും. തുടക്കത്തിലെ കണ്ടെത്തി ചെറിയ ചികിത്സകൾ ചെയ്താൽ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ടൈപ്പ് ആയിട്ടുള്ള ഇത്തരക്കാരെ സ്കിസോഫ്രീനിയ എന്ന രോഗാവസ്ഥയിലേക്ക് വളർത്താതിരിക്കാം. ബോംബ് സ്ഫോടനത്തിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ രൂപസാദൃശ്യം മനോഹരന്റെ മനസ്സിൽ സ്ട്രെസ്, പ്രേരക ശക്തിയായി പ്രവർത്തിച്ചു. പിന്നെ മറ്റുള്ളവരുടെ അനാവശ്യ സംശയങ്ങൾ, മനോഹരൻ തന്നെ മറച്ചുവെച്ച ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങൾ പോലീസിന്റെ ഇടപെടലൊക്കെ രോഗാവസ്ഥയിലേക്ക് വളർത്തി. കാശു കൊടുത്ത ചാവക്കാട്ടുകാരൻ കോയ സത്യം നിഷേധിച്ചത് ഭയം കൊണ്ടാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. പിന്നെ ഗുരുവായൂർ ലോട്ടറി ടിക്കറ്റ്, ബോംബ് വയ്ക്കാൻ പോകുന്നയാൾ അവിടെ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കുമോ? നിൽക്കില്ല. പക്ഷേ എല്ലാം വഴിതെറ്റിച്ചും ബലപ്പെടുത്തിയും മനോഹരൻ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. എവിടെയും സത്യമുണ്ട്, അതെന്നായാലും വെളിപ്പെടുകയും ചെയ്യും. അതാണല്ലോ ദൈവം. എന്റെ ഭഗവാനെ, പ്ലീസ് അരുത്. താളം തെറ്റിയ ഒരു മനസ്സിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. ചെന്നോളൂ, വളരെ പ്ലസന്റ് ആയിട്ട്, പോസിറ്റീവായിട്ട്. സ്കൂളിലെ കുട്ടികൾ എന്തോ പറഞ്ഞു പേടിപ്പിച്ചു. നമ്മുടെ മായ്മൂക്ക് വയ്യാതായി മനോഹരേട്ട. ഇപ്പൊ ഒക്കെ ഭേദായിട്ടോ. അന്നല്ലോ നീ, നമുക്ക് മോളെ കൊണ്ട് വീട്ടിൽ പോ. മായ്മോളെ, അച്ഛൻ. അച്ഛാ, അയ്യോ എന്റെ അച്ഛൻ താടിക്ക് പോയോ? മോളോട് എന്തെങ്കിലും ഒന്ന് പറയടാ. മായ്മോളെ, അച്ഛനെ സങ്കടപ്പെടുത്തല്ലേ. അച്ഛൻ ഇനി വരില്ലെന്ന് പറഞ്ഞു കുട്ടികളൊക്കെ. ഞാൻ ഇനി എന്റെ അച്ഛനെ എങ്ങോട്ടും വിടില്ല. അച്ഛനെ പോലീസ് തൂക്കി കൊല്ലു വെച്ചാ. കുട്ടികളൊക്കെ പറയാം തൂക്കി കൊല്ലും. മനോഹരേട്ട, രഘുനന്ദനൻ സാർ DSP ആണ്. നമ്മൾ തമ്മിലൊരു ഫോൺ കോൾ ബന്ധം. അന്നേ ഇതൊക്കെ അവസാനിപ്പിക്കാമായിരുന്നു. മിസ്റ്റർ മനോഹരൻ വെറുതെ. നമുക്കൊന്ന് ഓഫീസ് വരെ പോകുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. വെറുതെ താങ്കളുടെ പേരിൽ ഓപ്പൺ ചെയ്തൊരു ഫയലുണ്ട്. അതൊന്ന് പിച്ചിക്കീറി കളഞ്ഞാൽ നിങ്ങളും സ്വസ്ഥമായി, ഞങ്ങളും അതെ. താമസിക്കാതെ നമുക്ക് പോയിട്ട് വരാം. എന്തേ? പോയിട്ട് വന്നോളൂ മനോഹരേട്ട. കീഴടങ്ങണം അല്ലേ? കീഴടങ്ങിയേ? മോനെ, നിന്നെ സഹായിക്കാനാ, നമ്മളെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനാ ഈ സാറ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണ്ടേ മിസ്റ്റർ മനോഹരൻ?
മിസ്റ്റർ മനോഹരൻ, വളരെ ഗൗരവമേറിയ ഒരു കേസിന്റെ അന്വേഷണം, നിങ്ങളുടെ വെറും ഒരു ഭയവും അതിനെ ചൊല്ലി നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും കൊണ്ട് ഞങ്ങളെ കുറെ ദൂരം വഴിതെറ്റിച്ചു. ബോംബ് സ്ഫോടന കേസ് അന്വേഷണം പൂർവാധികം സത്വര ശ്രദ്ധയോടെ ത്വരിതപ്പെടുത്തുക. സർ, മിസ്റ്റർ മനോഹരൻ, നിങ്ങൾക്ക് നേരെ നടന്ന അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. പക്ഷേ ഇനി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒപ്പിട്ടുള്ളൂ. താടി പഠിച്ച് വേഷം മാറി വന്ന ഞങ്ങൾ തിരിച്ചറിയില്ലെന്ന് കരുതിയല്ലടാ. ഗുരുവായൂർ ബോംബ് വെച്ചത് നീയല്ലടാ, അല്ലേ? അതെ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് ബോംബ് വെച്ചത് നീയല്ലടാ, അല്ലടാ? അതെ. ഞാനാണ് എല്ലാം ചെയ്തത്. ഞാനാണ് ചെയ്തത്. എല്ലാം ചെയ്തത് ഞാനാ. ഒപ്പിട്ടുള്ളൂ. എന്തായി കാണിക്കുന്നു? മനോഹരൻ, 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 എല്ലാവരെയും കൊല്ലും ഞാൻ. എല്ലാവരെയും കൊല്ലും ഞാൻ. നോ. എല്ലാവരെയും മനോഹരൻ പറയുന്ന കേക്ക്. കൊല്ലും ഞാൻ. മനോഹര, അരുത്. തോക്ക് താഴെയിടൂ. ഇല്ല. മനോഹര, പ്ലീസ്. അടക്കരുത്. ഇല്ല, കീഴടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കൊല്ലും. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. അടുക്കരുത്. കൊല്ലും. മനോഹരൻ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കു. മനോഹരൻ, നിങ്ങൾ എവിടെയും ബോംബ് വെച്ച ആളല്ല. ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങളെ കാത്തിരിക്കുന്നൊരു അമ്മയുണ്ട്, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നൊരു ഭാര്യയുണ്ട്, പാവം 2 പിഞ്ചോമന മക്കളുണ്ട്. പ്ലീസ് പറയുന്ന കേക്ക് മനോഹരൻ. മനോഹരൻ, പ്ലീസ്. നിങ്ങൾ എവിടെയും ബോംബ് വെച്ചിട്ടില്ല. നിങ്ങൾ ആ ആളല്ല. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ശാന്തമായൊരു കുടുംബജീവിതം. പ്ലീസ് തോക്ക് താഴെയിടൂ മനോഹരൻ. പ്ലീസ് മനോഹരൻ,
തോക്ക് താഴെയിടൂ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നിങ്ങൾക്ക് ജീവിക്കണ്ടേ? വേണം, നിങ്ങൾ ജീവിക്കണം. ശാന്തമായി സന്തോഷമായി കുടുംബത്തോടൊപ്പം നിങ്ങൾ ജീവിക്കണം മനോഹരൻ. തോക്ക് താഴെയിട്. മനോഹര പ്ലീസ്, താഴെയിട്. മനോഹര പ്ലീസ്. കൊല്ലും, കൊല്ലും. അരുത്, അരുത് മനോഹരൻ. നിങ്ങളൊരു തീവ്രവാദിയല്ല. നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങളെ ആരും ഉപദ്രവിക്കുകയില്ല. പ്ലീസ്. മനോഹരൻ, ഹേയ്, no, no, വേണ്ട. ഓ മൈ ഗോഡ്.